തെറ്റെന്റെ ഭാഗത്താ, ഞാൻ സമ്മതിക്കുന്നു. സർ, വെള്ളം. പക്ഷേ മാഡത്തിന്റെ ജീവിതത്തിൽ നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ മാഡത്തിനോടൊന്നും പറയാത്തെ. എന്റെ കയ്യിൽ ബില്ല് പേ ചെയ്യാൻ കാശില്ല. പേഴ്സ് കാറില്ല. പേഴ്സ് മാഡത്തിന്റെ കയ്യിലുണ്ടായിരുന്നോ? ഋതിക മാഡം പോലെ. ഋതിക മാഡം, മാഡം എന്താ ദീപക് സാറേ? സത്യം പറഞ്ഞ ഓരോ കാരണങ്ങളുണ്ടാക്കി ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നതേ നിന്നെ കാണാൻ വേണ്ടിയാ. ദീപക് സാർ എന്തായി പറയുന്നേ? ഓ, ഒന്നും മനസ്സിലാകാത്ത പോലെയുള്ള ദിവ്യയുടെ അഭിനയം ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. ഞാൻ തനിക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത്? ഈ സാരി ഉടുത്ത് ദിവ്യ എനിക്കൊന്ന് കാണണം. ഇന്ന് ഈ സാരി ഉടുത്ത് ഈ വീട്ടിലെ ജോലികൾ ചെയ്താൽ മതി. വാങ്ങിക്കേ. അയ്യോ സാറേ, ഇത്ര വിലപിടിപ്പുള്ള സാരിയൊന്നും എനിക്ക് വേണ്ട. നോക്ക്. അല്ല, ഈ സാരി ഋതിക മാഡത്തിന് അശ്വൻ സാറ് കൊടുത്തതല്ലേ? ഇതെന്തിനാ എനിക്ക് തരുന്നേ? അതുകൊണ്ടല്ലേ ഞാൻ ഈ സാരി നിനക്ക് തന്നെ തരുന്നത്. ഇത് പിടിക്കാം, പോയി ഇത് കൊടുത്തോണ്ട് വാ. ഞാനൊന്ന് കാണട്ടെ. ദീപക് സാർ എന്തൊക്കെയായി പറയുന്നേ? സാറേ, എനിക്ക് ഈ സാരി വേണ്ട. മര്യാദക്ക് ഞാൻ പറയുന്നത് നീ അനുസരിച്ചോണം. ഈ സാരി നീ ഉടുത്തോണ്ട് വരണം. ആരെങ്കിലും നിന്നോട് ഈ സാരി എവിടെ നിന്നാണെന്ന് ചോദിച്ചാ ഋതിക മേഡം തന്നാണെന്ന് പറയണം. നിന്റെ പഴയ വീഡിയോ, നീ ആ സ്വർണം മോഷ്ടിക്കുന്ന വീഡിയോ, അതെന്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ആ വീഡിയോ ഞാൻ ഫാമിലി ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. അയ്യോ, നിന്റെ ജോലിയും പോവും. നീ വീണ്ടും ജോലി ഇല്ലാതെ വീട്ടിലിരിക്കേണ്ടി വരും. നിന്റെ കുടുംബം പട്ടിണിയിലും ആവും. അതുകൊണ്ടും തീരില്ല ദിവ്യ. ഞാൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയൊരു കംപ്ലൈന്റും കൊടുക്കും. അയ്യോ വേണ്ട. മോഷണ ശ്രമത്തിന് അറസ്റ്റ് ചെയ്ത വീട്ടുജോലിക്കാരിക്ക് പിന്നെ ഒരു ജോലിയും കിട്ടില്ല. നീ പെട്ടുപോകും മോളെ. ഈ സാരി ഉടുത്ത് സുന്ദരിയായി ഒരുങ്ങി ഈ വീട്ടിൽ നിൽക്കണോ അതോ ഒരു കള്ളിയാവണോ? ചോയ്സ് ദിവ്യമോളുടെ ആണ്. വാങ്ങിക്കേ. വാങ്ങിക്കാൻ
ഈ സാരി ഉടുത്ത് നീ അശ്വിൻ കാണുന്നത് പോലെ ചെന്ന് നിൽക്കണം. അശ്വിൻ ചോദിച്ച ഋതികയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നിനക്ക് തന്ന സാരിയാണെന്ന് പറയണം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തില്ലെങ്കിൽ അറിയാലോ. അയ്യോ വേണ്ട സാറേ, സാറ് പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യാം. ചെയ്താ നിനക്ക് നല്ലത്. ചെല്ല്. എന്റെ പെണ്ണിനെയും കൊണ്ട് നിനക്ക് ഔട്ടിങ്ങിന് പോണം അല്ലടാ. ഒരു സാരി കൊണ്ട് നിന്റെ ഋതികയുടെ ഇടയില് പൂത്തുലനായി വെമ്പിനിക്കുന്ന മുട്ടുകൾ മുളയിലേ ഞാൻ നൂലിക്കളയും. എല്ലാവരും എന്നെ കണ്ടപ്പോ എഴുന്നേറ്റത്. ഋതിക മോളെ പോലെ ഒരു രാജകുമാരി വീട്ടിലേക്ക് വന്ന് കേറുമ്പോ പിന്നെ എഴുന്നേക്കാതെ? അതെ, വർമ്മ സാറിന്റെ മോളെന്ന് പറഞ്ഞ ആരാ? മാഡത്തിന്റെ വലിപ്പം എന്താന്ന് അറിയാഞ്ഞിട്ടാ. ആ നമുക്കിടയിൽ അങ്ങനെ വലിപ്പ ചെറുപ്പങ്ങളൊന്നും ഞാൻ മനസ്സിൽ പോലും ഒരിക്കലും കരുതിയിട്ടില്ല. അത് മാഡത്തിന്റെ വലിയ മനസ്സ്. ശരിയാ, അടുത്തറിഞ്ഞപ്പോഴല്ലേ എനിക്കും മനസ്സിലായത് ശരിക്കും ഋതിക ഒരു പാവാണെന്ന്. നിനക്ക് നിന്റെ എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്ന കാര്യം അറിയില്ലായിരുന്നു അല്ലേ? സ്വന്തം വിവാഹ നിശ്ചയം മോൾ അറിയാതെ മറച്ചു വെച്ച ബുദ്ധി ആരുടെ തലയിൽ ഉദിച്ചതാ? നമ്മളെന്തിനാ ഇപ്പോ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്? നീ ഒന്നും മിണ്ടായിരിക്കടാ. വർമ്മ സാറ് മോളോട് മിണ്ടില്ല, അതുകൊണ്ട് പറഞ്ഞില്ല എന്ന് വെക്കാം. പക്ഷെ ബാക്കിയുള്ളവർക്കെങ്കിലും പറയാമായിരുന്നില്ലേ? അതെ, അപ്പൊ നിശ്ചയം മറച്ചു വെക്കാൻ പിന്നിൽ നിന്നും കളിച്ച ആളെ ഞാൻ എന്ത് ചെയ്യണം? അങ്കിള് തന്നെ പറയും. അത് ശരി, ഋതിക മാഡം ആരാ? മാഡം വിചാരിച്ച എന്താ ഇവിടെ നടക്കാത്തത്? നിശ്ചയം മാഡം അറിയാതെ മറച്ചു വെച്ചവൻ ആരായാലും നല്ല പെട്ടപ്പെടക്കണം. ഒച്ചം ഞാനും അതിനുള്ള നല്ലൊരു അവസരത്തിനായിട്ടാ കാത്തിരിക്കുന്നത്. മതി മതി, നിങ്ങളെല്ലാരും അകത്തേക്ക് കയറി പോയേ. എനിക്കിവിടെ ട്യൂഷൻ എടുക്കാനുള്ളതാ. അടാ, ഞാനൊന്ന് ചന്തയിൽ പോയിട്ട് വരാം. പലർക്കും പച്ചക്കറിയൊക്കെ വാങ്ങിക്കണം. അച്ഛാ ഒരു മിനിറ്റ് നിക്ക്. സാധനമൊക്കെ വാങ്ങാൻ കാശ് എന്റെ കയ്യിലുണ്ടാ. അത് എന്റെ കയ്യിലിരിക്കട്ടെ. അച്ഛനെന്ത് വെച്ചേ? ഈ ചെറുക്കന്റെ ഒരു കാര്യം. എടാ, ഞാൻ വാരഫലം നോക്കി. ഈ ആഴ്ച നീ ഒന്ന് ശ്രദ്ധിക്കണം. ശനിയുടെ വിളയാട്ടമുണ്ട്. നിങ്ങൾ സാധനം വാങ്ങാൻ പോവാണെങ്കിൽ ഒന്ന് പോ മനുഷ്യ. മോക്ക് പഠിക്കാനുള്ളതല്ലേ? ഇത് പൊടിയാർന്ന്. എക്സാം പാസ്സായാൽ ഉടനെ മോളുടെ വിവാഹാണെന്ന് അല്ലേ മോളെ? മോളെ, മോളിരിക്കെ, അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ശരി രാധമ്മേ. മേഡം വരൂ.
നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നിനക്കെന്താ വീട്ടിൽ പണിയൊന്നുമില്ലേ? എന്റെ വീട്ടിലെ പണികളൊക്കെ എന്റെ അമ്മ ചെയ്തോളൂ. ഞാനിവിടെ വന്നാ രാജുവിനെന്താ? ആ, നീ എന്തേലും ചെയ്. ബുക്സ് എടുക്കൂ ഹൃതിക മാഡം. ഓക്കെ സർ. ആ, ഞാൻ ബുക്സ് എടുക്കുവാണ് സർ. നമുക്ക് ലെസൺസ് സ്റ്റാർട്ട് ചെയ്യാം സാറേ. അതെ ഹൃതിക മാഡം, ഇത്രയും സാറ് വിളിയുടെ ആവശ്യമില്ല. അതെന്താ സർ? സാറ് തന്നെയല്ലേ ഒരിക്കൽ പറഞ്ഞത് സാറിന് റെസ്പെക്ട് നൽകി സാറെന്ന് വിളിക്കണമെന്ന് സർ. എന്റെ പൊന്ന് ഹൃതിക മാഡം, പ്ലീസ്. ആ, എങ്കിലൊരു കാര്യം ചെയ്യാം. രാജുനെ ഞാൻ കല്യാണ രാമാന്ന് വിളിക്കാം. ഹൃതിക മാഡം, ഇത് ശരിയാവില്ല കേട്ടോ. രാജു, എന്റെ കല്യാണം നടത്താൻ ഏറ്റവും ധൃതി നിനക്കല്ലേ? എന്ന് മാഡത്തിനോട് ആര് പറഞ്ഞു? മാഡം പഠിക്കാൻ നോക്ക്. ആ ശരിയാ, ഋതികമ്മയോട് ഇരുന്ന് പഠിക്കേ. ഞാനിപ്പോ വരാമേ. ബുക്ക് എടുക്കും മാഡം. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ, രാജു അല്ലേ? ആ അതെ, ആരാ? രാജു, ഞാൻ അശ്വിന, ഹൃതികയുടെ ഉഡ്ബി. ആ അശ്വിൻ സാറേ, സോറി, എൻ്റെ സാറിന്റെ നമ്പർ ഇല്ലായിരുന്നു. ആ, ഇറ്റ്സ് ഓക്കെ. ഈ നമ്പർ ഒന്ന് സേവ് ചെയ്തോളൂ കേട്ടോ. ആ ശരി സാറേ. ഹൃതിക രാജുവിൻ്റെ കൂടെ ട്യൂഷൻ വന്നിരിക്കുകയാണെന്ന് അറിഞ്ഞു. നിങ്ങളുടെ ട്യൂഷൻ ക്ലാസ് സെഗ്മെന്റ് ഈവനിങ് ആകുമ്പോൾ കഴിയുമോ? എനിക്ക് ഹൃതികയെ ഒന്ന് മീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ചെറിയൊരു ഔട്ടിങ്. അതിനെന്താ അശ്വിൻ സാറേ, സാറിപ്പോ എവിടെയുള്ളത്? ഞാൻ ഹൃതിക മാഡവുമായി ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ഏയ്, അതൊന്നും വേണ്ട. ധൃതി ഒന്നുമില്ല. ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഹൃതികയോടൊന്ന് റെഡിയായിട്ട് നിൽക്കാൻ പറഞ്ഞാൽ മതി. ആ പറയാം അശ്വിൻ സാറേ, മാഡത്തെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. ആ ഓക്കെ, താങ്ക് യു. ആ ശരി സാർ. ലതിക മാഡം, മാഡത്തിന്റെ വുഡ്ബിയെ വിളിച്ച് മാഡത്തെ ഇന്ന് ഔട്ടിങ്ങിന് കൂട്ടിക്കൊണ്ട് പോകുന്നു. ട്യൂഷൻ കഴിഞ്ഞ് റെഡിയായി ഭാവി വരന്റെ കൂടെ ഒന്ന് പോയിട്ട് വാ. ശരി, ആയിക്കോട്ടെ. കല്യാണ രാമ. ഇത് ഞാൻ ഹൃതികയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത സാരിയല്ലേ? ഈ സാരി എന്താ ജോലിക്കാരി കൊടുത്തിരിക്കുന്നത്? ആ ദിവ്യേ, എന്നും നീ ഉടുക്കാറുള്ള നിന്റെ യൂണിഫോം സാരി മാറ്റി പിടിച്ചോ? ഇന്നെന്താ നിന്റെ ബർത്ത്ഡേ ആണോ? പുതിയ സാരിയൊക്കെ ആണല്ലോ. അയ്യോ സാറേ, ഞങ്ങളെപ്പോലുള്ള പാവങ്ങളൊക്കെ പിറന്നാൾ ഓർത്തിരിക്കാനും മാത്രം യോഗ്യരാണോ? ഈ സാരി എനിക്ക് ഋതിക മാഡം തന്നതാ.
മാഡത്തിന് ഈ സാരി ഇഷ്ടായില്ല അത്ര. ഓ അങ്ങനെ വരട്ടെ, ശരിയാ. ഇത് അവൾക്ക് ചെറുപ്പം മുതലുള്ള ശീല. എന്തെങ്കിലും അവൾക്ക് തീരെ ഇഷ്ടമായില്ലെങ്കിൽ അവൾ അത് ആർക്കെങ്കിലും കൊടുക്കും. അപ്പോ ഋതികയ്ക്ക് ഞാൻ കൊടുത്ത സാരി ഇഷ്ടമായില്ല. സാരി ഇഷ്ടമായില്ലെന്ന് മാത്രമാണോ, അതോ ഋതികയ്ക്ക് എന്നെ ഇഷ്ടമായില്ലെന്നാണോ അതിന്റെ അർത്ഥം? ഹായ് ബ്രോ, എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ഓ, ഋതിക ഔട്ടിന് കൊണ്ടു വന്നായിരിക്കും അല്ലേ? ഇങ്ങനെ വന്ന കാലം നിൽക്കാതെ ഇരിക്കേ. ഇത് അശ്വിന്റെ ഭാവി വധുവിന്റെ വീടല്ലേ? ഇരിക്കുന്നേ, വാ. അശ്വിൻ, മുഖം എന്താ വല്ലാതിരിക്കുന്നേ? രാവിലെ കണ്ട ഉഷാറില്ലല്ലോ. ഒന്നുമില്ല. യാമിനി, ഋതിക കൂട്ടിക്കൊണ്ടോ. അശ്വിൻ എത്തി. അശ്വിന്റെ ഈച്ച കുത്തിയ പോലുള്ള മുഖം കണ്ടാൽ അറിയാം അമ്മയുടെ ബുദ്ധി ഏറ്റു. അശ്വിനും ഋതികയും തമ്മിലൊരു പൊട്ടിത്തെറി ഉണ്ടാവാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. ഞാൻ ഗിഫ്റ്റ് നൽകിയ സാരി ജോലിക്കാരിക്ക് കൊടുത്തിട്ട് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് ഋതിക എന്നോട് പറയാതെ പറയാൻ ശ്രമിക്കുകയാണ്. അശ്വിൻ, നിങ്ങൾ ഇറങ്ങിക്കോളൂ. ശരിയെങ്കിൽ വാ പോവാം. മോളെ ഋതികേ, നീ ചെല്ല്. ചേട്ടൻ നിന്റെ പിന്നാലെ തന്നെ ഉണ്ട്. ഇരിക്കെ. സർ, ഓർഡർ പ്ലീസ്. ജസ്റ്റ് ഗിവ് മീ 5 minutes. ഓക്കെ സർ. ഋതിക എന്താ ഒന്നും മിണ്ടാത്തത്? അശ്വിനൊന്നും എന്നോട് ചോദിച്ചില്ലല്ലോ. ഞാൻ ചോദിക്കാതെ എന്തോ ഒരു കാര്യം ഋതികയ്ക്ക് എന്നോട് പറയല്ലേ? അതെങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്ക് മനസ്സിലായി. താനായിട്ട് പറയട്ടെ എന്ന് ഓർത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു ഞാൻ. എന്താണ് മനസ്സിലുള്ളതെന്ന് വെച്ചാൽ തുറന്ന് പറഞ്ഞോളൂ. തുറന്നു പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. സത്യത്തിൽ എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല. വാട്ട്? എന്താ പറഞ്ഞേ? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ഐ എം റിയലി സോറി അശ്വിൻ. ശരിക്കും ഞാനൊരു മാരേജിന് പ്രിപ്പയർഡ് അല്ല. എനിക്ക് വിവാഹത്തിന് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും റീസൺ ഉണ്ടോ? സത്യത്തിൽ എനിക്ക് എന്റെ അച്ഛനെ പിരിയുന്ന കാര്യം ആലോചിക്കാൻ പോലും പ്രയാസം. വിവാഹം കഴിഞ്ഞ അച്ഛനെ എനിക്ക് പിരിയേണ്ടി വരും. അതുകൊണ്ട് വിവാഹമേ വേണ്ട എന്ന തീരുമാനത്തിലാണ് ഞാൻ. മനസ്സിലായി. എന്ത്? തനിക്ക് എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാ ഞാൻ ഗിഫ്റ്റായിട്ട് വാങ്ങി തന്ന സാരി താൻ ഉടുക്കാതിരുന്നത്. എടോ, തനിക്ക് എന്നോട് ഈ കാര്യം കുറച്ച് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? വെറുതെ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ഗിഫ്റ്റ് നൽകി
ഫൂൾ ആവേണ്ട അവസ്ഥ എനിക്ക് വരില്ലായിരുന്നല്ലോ. സാരിയോ? ഏത് സാരി? താൻ തന്റെ വീട്ടിലെ ജോലിക്കാരിക്ക് കൊടുത്ത് എന്നെ അപമാനിച്ചില്ലേ, ആ സാരിയുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജോലിക്കാരിക്ക് ഞാൻ സാരി ഒന്നും കൊടുത്തില്ലല്ലോ. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? താനൊന്നും അറിയാത്ത പോലെ സംസാരിക്കില്ലേ. എന്തിനാ ഇത്ര ബുദ്ധിമുട്ടി അഭിനയിക്കുന്നേ? എന്നെ ഇഷ്ടമായില്ലെന്ന് എന്റെ മുഖത്ത് നോക്കി പറയണമായിരുന്നു. അതിനുള്ള ധൈര്യം കാണിക്കണമായിരുന്നു. ഞാൻ തന്ന ഗിഫ്റ്റ് സ്വീകരിക്കേണ്ടതായിരുന്നു. ഇതൊരുമാതിരി ചീപ്പായി പോയി. അച്ഛൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എനിക്ക് അച്ഛൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ അശ്വിനെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞ് അശ്വിനെ ഇൻസൾട്ട് ചെയ്തില്ലല്ലോ. പിന്നെ എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നത്? ഓ, ഇപ്പൊ അങ്ങനെയായി. എടോ, താണല്ലോടോ പറഞ്ഞത് തനിക്ക് തന്റെ അച്ഛനെ പിരിയിരിക്കാൻ പറ്റില്ല, വിവാഹം വേണ്ടെന്നൊക്കെ. ആ, എങ്കിൽ പിന്നെ എന്റെ അച്ഛനും അമ്മ ഈ പ്രപ്പോസലുമായിട്ട് വന്നപ്പോ താൻ എന്താ ഈ കാര്യം തുറന്നു പറയാത്തെ?